CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ സ്ഥാപന അധ്യക്ഷ സംവരണം 1-2 ദിവസത്തിനകം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. ഈ ആഴ്ച തന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്ന് സൂചന. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ആറ്റത്ര വൈഡൂര്യം അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാരോഗ്യ കേന്ദ്രം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. കളിയും കലയുമാണ് ലഹരി എന്ന സന്ദേശവുമായി കടവലൂർ പഞ്ചായത്തിലെ 80 ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു. ഫുട്ബോൾ, ക്രിക്കറ്റ് ബാറ്റ്, ബോൾ, വോളിബോൾ, ഷട്ടിൽ ബാറ്റ്, കാരം ബോർഡ്, ചെസ് ബോർഡ് എന്നിവ അടങ്ങിയ കിറ്റുകളാണ് വിതരണം നടത്തിയത്. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി ഡയാലിസിസ് സെന്ററും ഫിസിയോതെറാപ്പി സെന്ററും സ്ഥാപിക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ലബീബ് ഹസൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPIM അംഗവും SFI മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറിയും DYFI തൈക്കാട് മേഖലാ കമ്മിറ്റി അംഗവുമായിരിക്കെ RSS കൊലപ്പെടുത്തിയ ഫാസിലിന്റെ 12ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടത്തി. പെരുമ്പിലാവിൽ സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂണ്ടൽ യൂണിറ്റ് കുടുംബ സംഗമങ്ങൾക്ക് സമാപനമായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി, കുന്നംകുളം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, ലയൺസ് ക്ലബ് കുന്നംകുളം എന്നിവർ സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത്. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് 44ാം നമ്പർ അംഗനവാടി സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.